തിരുവനന്തപുരത്തേക്ക് എത്തേണ്ടതുണ്ട്. ഘടകകക്ഷികൾ പലരും വലിയ അതൃപ്തിയിലാണ്. കാരണം തെരഞ്ഞെടുപ്പിന്റെ ഫലം വന്ന് ഒരാഴ്ചയായിട്ടും മുഖ്യമന്ത്രി ആരാണ് എന്ന് സംബന്ധിച്ച് തീരുമാനിക്കാൻ UDF-ന് കഴിഞ്ഞിട്ടില്ല. അതിനാൽ കോൺഗ്രസിനകത്ത് മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി നടക്കുന്ന ഈ തർക്കത്തിൽ പല ഘടകകക്ഷികളും അതൃപ്തി അറിയിക്കുന്നു. കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വത്തെ ഈ അതൃപ്തി അറിയിക്കാൻ UDF-ലെ പ്രധാനപ്പെട്ട പല കക്ഷികളും തീരുമാനിച്ചിരിക്കുന്നുവെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. MS വീണ തിരുവനന്തപുരത്ത് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകാനായി ചേരുകയാണ്. വീണ, മുസ്ലിം ലീഗ് ഇതിലുള്ള അതൃപ്തി നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ്. ഇപ്പോൾ മറ്റേതൊക്കെ കക്ഷികളാണ് UDF-നകത്ത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു അധികാര വടംവലിയിൽ അസ്വസ്ഥത പ്രകടിപ്പിക്കുന്നത്? കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന് മുന്നിൽ പരാതി കൊടുത്താൽ എന്തെങ്കിലും തീരുമാനം ഉണ്ടാകുമെന്ന് ഈ ഘടകകക്ഷികൾ വിശ്വസിക്കുന്നുണ്ടോ? ഗൗതം, ഘടകകക്ഷികൾ അത്തരത്തിലുള്ളൊരു പ്രതീക്ഷയാണുള്ളത്. പരാതി നൽകിക്കഴിഞ്ഞാൽ അല്പമെങ്കിലും നടപടികൾക്ക് വേഗത കൈവരിക്കുമെന്നുള്ളൊരു ശുഭാപ്തി പ്രതീക്ഷയാണ് ഈ ഘടകകക്ഷികൾക്കുള്ളത്. മുസ്ലിം ലീഗിനെ പോലെ തന്നെ മറ്റ് ഘടകകക്ഷികളും ഇതുമായി ബന്ധപ്പെട്ടുള്ളൊരു അതൃപ്തി പരസ്യമായി പ്രകടിപ്പിക്കുന്നില്ലെങ്കിൽ പോലും അത് വലിയ തരത്തിൽ ചർച്ചയാകുന്ന ഒരു സാഹചര്യമുണ്ട്. KPCC-യിൽ പറഞ്ഞിട്ട് കാര്യമില്ല, അതിനാൽ തന്നെ അത് മുകളിലേക്ക് എത്തേണ്ടതുണ്ട്. അതിനാൽ തന്നെയാണ് ഹൈക്കമാൻഡിനെ അറിയിക്കാമെന്നുള്ളൊരു തീരുമാനത്തിലേക്ക് കടന്നിരിക്കുന്നത്. ഇത് വൈകുന്തോറും, അതായത് കാത്തിരുന്ന് കിട്ടിയൊരു വിജയമാണ്. പക്ഷേ ആ വിജയത്തെ കൈകാര്യം ചെയ്യുന്ന തരത്തിൽ കോൺഗ്രസ് വലിയ വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. അത് ജനങ്ങളിൽ നിന്ന് അകന്നു പോകുന്നതിന് കാരണമാക്കുമെന്നാണ് പൊതുവിൽ വിലയിരുത്തപ്പെടുന്നത്. അതിനാൽ തന്നെ അധികം വൈകിക്കാതെ തന്നെ ഈ നേതാക്കന്മാരെ സമവായപ്പെടുത്തിക്കൊണ്ട്, അല്ലെങ്കിൽ അവരെ അനുനയിപ്പിച്ചുകൊണ്ട് ഒരു തീരുമാനത്തിലേക്ക് എത്തണമെന്നുള്ളൊരു ആവശ്യം കൂടിയാണ് ഉന്നയിക്കുന്നത്. മുസ്ലിം ലീഗ് VD സതീശനെയാണ് പിന്തുണയ്ക്കുന്നത്. നമുക്ക് നേരത്തെ തന്നെ അറിയാനുള്ള കാര്യമാണ്. അവർ പലതവണ അതുമായി ബന്ധപ്പെട്ടുള്ള പ്രസ്താവനകളും പരസ്യ പ്രതികരണങ്ങളും ഒക്കെ നടത്തിയിട്ടുള്ളവരാണ്. മറ്റ് ഘടകകക്ഷികളും അത്തരത്തിലുള്ളൊരു നിലപാടിലേക്ക് കടക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള നേരിട്ടുള്ള ചർച്ചയിലേക്ക് കടക്കുമോ എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. പക്ഷേ ഘടകകക്ഷികളിൽ നിന്ന് അഭിപ്രായം തേടേണ്ടതില്ല എന്നുള്ളൊരു നിലപാടാണ് രമേശ് ചെന്നിത്തല സ്വീകരിച്ചത്. കോൺഗ്രസിൽ എപ്പോഴും ഇതുമായി ബന്ധപ്പെട്ട് ചർച്ച നടക്കുമ്പോൾ അത് നേതൃത്വവും അതുപോലെ തന്നെ കേരളത്തിലെ പ്രധാനപ്പെട്ട നേതാക്കളുമാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ളൊരു തീരുമാനമെടുക്കുന്നത്. അത് പിന്നീട് ഘടകകക്ഷികളെ അറിയിക്കുന്ന ഒരു തീരുമാനമാണ്, അല്ലെങ്കിൽ അവർക്കൊരു അറിയിപ്പ് നൽകുന്ന ഒരു നടപടി മാത്രമാണുള്ളത്. അവരുടെ അഭിപ്രായങ്ങൾക്ക് വലിയ തരത്തിൽ പ്രാധാന്യം കൊടുക്കുന്ന ഒരു പാരമ്പര്യം കോൺഗ്രസിന് ഇല്ല എന്ന് രമേശ് ചെന്നിത്തല വ്യക്തമാക്കിയൊരു സാഹചര്യമുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിൽ അതൃപ്തി പുകയുമ്പോൾ അത് എങ്ങനെയായിരിക്കും AICC നിലപാടെടുക്കുക എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. ദിവസങ്ങൾ കഴിയുന്തോറും അത് വലിയ തരത്തിൽ ചർച്ചയാകുന്ന ഒരു സാഹചര്യമുണ്ട്. ഒപ്പം തന്നെ കൂടുതൽ വൈകിപ്പിച്ചു കഴിഞ്ഞാൽ അത് പൊതുജനങ്ങളിൽ നിന്നും കോൺഗ്രസിനെ അകറ്റി നിർത്തുന്നതിനും കാരണമാകും. ഭരണവിരുദ്ധ വികാരം ഭരണത്തിന്റെ തുടങ്ങുന്നതിന് മുമ്പ് വീണ, അത് തന്നെയാണ്. അതായത് ഭരണവിരുദ്ധ വികാരമുണ്ട്. മാത്രമല്ല, ഇത്ര വലിയൊരു വിജയമാണ് UDF-ന് കേരളത്തിലെ ജനങ്ങൾ നൽകിയത്. പക്ഷേ ആ വിജയത്തിൻ്റെ ഭംഗിക്ക് കോട്ടം വരുന്ന രീതിയിലാണ് ഇപ്പോൾ ഈ മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടിയുള്ള വലിയ തർക്കം പാർട്ടിക്കകത്ത് ശക്തമാക്കുന്നത്. ഇതിൽ മുസ്ലിം ലീഗിന് മാത്രമല്ല മറ്റ് പല ഘടകകക്ഷികൾക്ക്, ചെറു പാർട്ടികൾക്ക് പോലും ഇതിൽ അതൃപ്തിയുണ്ട്. അക്കാര്യം കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വത്തെ അറിയിക്കുവാൻ UDF-ലെ പല പ്രധാനപ്പെട്ട കക്ഷികളും തീരുമാനിച്ചിരിക്കുന്നുവെന്നാണ് MS വീണ റിപ്പോർട്ട് ചെയ്യുന്നത്.